ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞത് 100 വോട്ടിന് മുകളിൽ 100 സീറ്റിന് മുകളിൽ ഇവിടെ കിട്ടുമെന്നാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വി ഡി സതീശൻ ഇലക്ഷന് മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോ എന്താ കോൺഗ്രസ് ക്യാമ്പിലെ ചർച്ച? വി ഡി സതീശൻ വനവാസത്തിന് പോകണ്ടേ? പറഞ്ഞാൽ വാക്കു പാലിക്കണ്ടേ? അത് അത്രയും ഉറപ്പിച്ചു പറഞ്ഞതല്ല, അതൊരു തമാശക്ക് ഒരു ഹൈപ്പിനൊക്കെ വേണ്ടി പറഞ്ഞതാണ്. എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്? കെ സുധാകരനോട്, സിംഹക്കുട്ടിയോട് കണ്ണൂർ മാധ്യമങ്ങൾ ചോദിച്ചു, വി ഡി സതീശൻ വനവാസത്തിന് പോകണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നോ ലീഡറെ? നിലപാടുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത് ഉറച്ചു തന്നെ നിൽക്കണം. വനവാസത്തിന് പോകേണ്ടി വന്നാൽ പോകണം, പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രമേശ് ചെന്നിത്തലയോട് ആലപ്പുഴയിൽ ചോദിച്ചു, അത് അദ്ദേഹം പറഞ്ഞത് ഒരു ഹൈപ്പിന് വേണ്ടി പറഞ്ഞതാണെന്ന്. സംശയമായി തുടങ്ങിയോ കോൺഗ്രസ്സുകാരെ? ഇലക്ഷനിൽ വലിയ രീതിയിൽ ഓരോ ദിവസവും നിങ്ങളുടെ സൈബർ ഇടങ്ങൾ മുഴുവൻ കുത്തിയൊലിച്ച് നിങ്ങൾ ഓരോ പ്രചാരണങ്ങളെ കൊണ്ടുവന്ന് ടി സിദ്ദീഖ് അടക്കമുള്ള, സതീഷിനടക്കമുള്ള ആരെല്ലാം മീഡിയകളെ കണ്ടോ അവർ മുഴുവനും കഴിഞ്ഞ കാലത്തെ മറന്ന് ഈ നാടിന്റെ നേരിനെ മറന്നുള്ള പ്രസ്താവനകൾ നടത്തി ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോയ പ്രചരണ കുത്തൊലിപ്പ് തീർന്നപ്പോ നിങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ പടുകുഴിയിലേക്ക് വന്ന് വീഴുകയാണോ എന്നുള്ളതാണ്. കൃത്യമായി വി ഡി സതീശന്റെ വനവാസം എന്തുകൊണ്ടാണ് ചർച്ചയാവുന്നത്? കോൺഗ്രസ് ക്യാമ്പിന് ഇല്ലാതായിരിക്കുന്ന കോൺഫിഡൻസ്, ആത്മവിശ്വാസമില്ലായ്മ, എങ്ങനെയെങ്കിലും ഇനി ഭരണം കിട്ടുമോ, ഇനി കിട്ടിയാൽ തന്നെ സതീശൻ വെച്ച് പൊലിപ്പിച്ച 3 ഡിജിറ്റിലേക്ക് എത്തുമോ, ഇതൊക്കെയാണ് ചർച്ച. സതീശനെ തേജോവധം ചെയ്യാൻ ഒരു മാസത്തിനപ്പുറം വരുന്ന വിധിയെണ്ണൽ ദിവസത്തിന് മുമ്പേ അവർ വെള്ളപൂശൽ തുടങ്ങിയിരിക്കുന്നു. ആ വിഷയങ്ങളെ മുഴുവൻ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതു സമയത്തും കഴിഞ്ഞ 10 വർഷം ഈ നാടിൽ പറഞ്ഞിടത്ത് നിന്ന് ഒരിട പോലും, ഒരണു പോലും പുറകോട്ടോ പോകാത്ത, ഈ നാടിനെ കൃത്യമായി മുമ്പോട്ട് ചലിപ്പിച്ച, ഇത്രയും സങ്കീർണമായ പ്രചരണങ്ങൾ കടന്നുപോയ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും പുറകോട്ട് പോവാത്ത ഇടതു മുന്നണി കൃത്യമായി ഇപ്പോഴും പറഞ്ഞിടത്ത് നിന്ന് ഓരോ ദിവസവും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? മാത്യു കുഴൽനാടനെ കൊണ്ടുവന്ന് 2018 ഫ്ലഡ് മനുഷ്യ നിർമ്മിതിയാണ് എന്ന് പോലും പറഞ്ഞു നോക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവസാന പകലുകളിൽ പോലും. സുപ്രീം കോടതിയും ഹൈക്കോടതിയും എടുത്തുകൊണ്ട് കണ്ടം വഴി ഓടെന്ന് പറഞ്ഞ ആ രേഖ മുന്നിൽ വെച്ചിട്ട് മാത്യു കുഴൽനാടൻ ഇത്രയും വലിയ അപഹാസ്യനായി പോയത് എവിടെ പോയി? ആ ചർച്ച ആരേറ്റെടുത്തു? ആ ചർച്ച ഈ നാടിന്റെ പൊതുബോധമോ മുഖ്യധാരാ മാധ്യമങ്ങളോ നിങ്ങളുടെ സൈബറിടങ്ങൾ പോലും അതൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയില്ല എന്നുള്ളതാണ്. പറഞ്ഞിടത്ത് പിടിച്ചു നിൽക്കാനാവാതെ വി ഡി സതീശന്റെ വാവിട്ട വാക്ക് ഒരു ഹൈപ്പായി, അത് യാദൃശ്ചികമായി വന്നതായി ഒക്കെ മാറ്റിയെടുക്കുന്നതിലേക്ക് വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് വലതുപക്ഷം എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ നാട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സർവകൾ മുഴുവൻ കാശ് എണ്ണിക്കൊടുത്ത് പിണറായിയും കൂട്ടരും മേടിച്ചതല്ല. ഈ നാടിന്റെ ജനസ്പന്ദനം, ഓരോ മാധ്യമങ്ങളും മീഡിയകളെല്ലാം ഇതേപോലെ സർവേകൾ നടത്തുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റിയും വലിയ കാര്യമാണല്ലോ. അവരുടെ ക്രെഡിബിലിറ്റിയും അവർ നോക്കുമല്ലോ. അവരും സ്ഥാപനമല്ലേ നടത്തുന്നത്. നാട്ടിലെ വിശ്വാസ്യത അവർ ഇങ്ങനെ ഹാൻഡ് ഹോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ടല്ലോ. ഒരു മാധ്യമമില്ലാതെ, ദേശീയ മാധ്യമങ്ങളാവട്ടെ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ, ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ട് കിട്ടും, സീറ്റ് കിട്ടുമെന്ന് പറയുന്നിടത്ത് നിന്നാണ് കോൺഗ്രസിന്റെ ഈ പിന്തിരിഞ്ഞോട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.